നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പറഞ്ഞതല്ലേ സാറിനോട് വെറുതെ ചൊറിയാൻ വരരുതെന്ന്. അപ്പ കേട്ടില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? കേരളത്തിന് ഒരു മഹാബലിയും ഒരൊറ്റ ഓണവും മതി. ഇനിയിപ്പോ ശരത് സാറ് കൂടി അങ്ങ് കേറി ഭരിച്ച് നന്നാക്കി കൊല്ലത്തിനൊരു സെപ്പറേറ്റ് ഓണം കൂടി അങ്ങ് ഉണ്ടാക്കല്ലേ. ഒരുപാടങ്ങ് ഉണ്ടാക്കാൻ വന്നാലേ ഇതുപോലെ അങ്ങ് കത്തിയെരിയും നീയും. സാറ് തന്ന പേപ്പേഴ്സ് ഞങ്ങള് സാറിന്റെ വൈഫിന് തന്നെ തിരിച്ചു നൽകിയിട്ടുണ്ട്. തീർന്നില്ല, ഇനി സാറിനുള്ള പേപ്പേഴ്സ് ഞങ്ങൾ തരുന്നുണ്ട്. മാർട്ടിൻ, ഐശ്വര്യമായിട്ട് ഇതങ്ങ് വാങ്ങി കളക്ടർ സാറിന് കൊടുക്ക് ക്രിസ്റ്റി. ഇതെന്താണെന്ന് മനസ്സിലായോ? സാർ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനല്ലേ? ഇന്ത്യയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് അപ്പോയിന്റ്മെന്റ് നടത്തിയ ഉദ്യോഗസ്ഥൻ. ചില്ലറ പുള്ളിയല്ലാന്ന് സാരം. അപ്പോ അങ്ങനെയുള്ള സാറിനെതിരെ ഒരു ഗെയിമിന് ഇറങ്ങുമ്പോ കളി അത്ര സ്മൂത്ത് ആവില്ലല്ലോ, അല്ലേടാ എന്നെ? ഇത് ജുഡീഷ്യൽ എൻക്വയറി റിപ്പോർട്ട്. സാറിനെ സർവീസിൽ നിന്നും തൽക്കാലം മാറ്റി നിർത്താനുള്ള ജഡ്ജിയുടെ ഒപ്പീനിയൻ. ഇത് കണ്ടോ, സെൻട്രൽ ഗവൺമെന്റിന്റെ ഡൊമസ്റ്റിക് എൻക്വയറി. ഇതും കൂടെ ആവുമ്പോ സാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഗാർഹിക അന്വേഷണം ഒന്ന് മലയാളത്തിൽ പറയും. ഇതും കൂടെ പിടിച്ചോ. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അടുത്ത റിപ്പോർട്ട്. കേരള പോലീസിന്റെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് പ്ലസ് മെഡിക്കൽ റിപ്പോർട്ട്. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ്, മദ്യവെച്ച് വാഹനം ഓടിച്ച് അപകടം വരുത്തിവെച്ച് മനഃപൂർവ്വമുള്ള നരഹത്യ നടത്തിയ IAS ഓഫീസർക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചു കഴിഞ്ഞു ശരത്തെ. മിണ്ടിപ്പോരുത് നീ. അടങ്ങി ഒതുങ്ങി വാലും ചുരുട്ടി ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്നോടെന്ന് ഞാൻ 1000 വട്ടം പറഞ്ഞപ്പോ നിനക്ക് സഹിക്കുന്നില്ല. ദേ കത്തി എരിയുന്നത് കണ്ടില്ലേ? ഞാൻ ഈ ക്രിസ്റ്റി ഓപ്പറേറ്റ് ചെയ്താടാ ഇത്. പക്കാ ക്ലീൻ സ്ക്രിപ്റ്റ്. എങ്ങനെയുണ്ട്? ശരത്തെ, പിടിവിട്. കൂൾ മാൻ. ആവേശം വേണ്ട ശരത് ചന്ദ്ര. തന്റെ അവസാനിക്കാത്ത ആവേശവുമായി മുന്നോട്ട് പോയാ ഇതുപോലൊരു ചിത കൂടെ കത്തിക്കാൻ അവസരം ഉണ്ടാക്കി തരും നിനക്ക് നിന്റെ മോന്റെ ചിത. മൈൻഡ് ഇറ്റ്. ഇനി എന്തായാലും നീ സർവീസിലേക്ക് തിരിച്ചു വരില്ല. പണി നഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിരം ശൈലിയാ കോടതി കയറ്റവും പത്രസമ്മേളനവും. അങ്ങനെ എങ്ങാനും ഇറങ്ങി തിരിച്ച പറഞ്ഞില്ലേ, നിന്റെ ഏക സന്തതിയെ കൂടെ ഞങ്ങൾ അങ്ങ് തീർക്കും. സോറി ശരത്ചന്ദ്രൻ, നിങ്ങൾ ചെയ്തതിനും പിന്നെ ഞാൻ ചെയ്തതിനും എല്ലാം ചേർത്ത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇനി നമ്മൾ തമ്മിൽ കാണേണ്ടി വരരുത്. ഇറ്റ്സ് ദ ലാസ്റ്റ് എപ്പിസോഡ്. ബൈ. എന്റെ ഭാര്യ എന്ന് പറഞ്ഞ എനിക്ക് ജീവനായിരുന്നു. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്നവരാ ഞങ്ങള്. അതൊരു പെൺകുഞ്ഞാകണമെന്നും ഒരു അനിയത്തിക്കുട്ടിയെ കിട്ടണമെന്നും പ്രാർത്ഥിച്ചവനാ എന്റെ മോൻ. ആ ഒരു അപകടത്തോടെ എല്ലാം നഷ്ടമായില്ലേ? എങ്ങനെ? മാഡത്തിന് ഇപ്പോഴും ബോധ്യമായിട്ടില്ല അല്ലേ? ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അധികാരികളല്ല, അവരെ വിലയ്ക്ക് വാങ്ങിയവരാ.
നടക്കാത്ത കാര്യത്തിനെ നടന്നു സ്ഥാപിക്കാനും നടന്ന കാര്യങ്ങളെ നടന്നിട്ടില്ലെന്ന് തെളിയിക്കാനും അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. തെളിയിക്കും, ശിക്ഷിക്കും. ആ അധികാരത്തിന്റെ പേരാണ് പണം. സോറി സർ, സാറിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോ. എന്ന് കരുതി നടന്നതൊക്കെ നടന്നു എന്ന് കരുതി എല്ലാം അങ്ങ് വിട്ടുകളയാൻ പറ്റുമോ നമുക്ക്? നഷ്ടപ്പെട്ടു പോയ ജീവനുകളുണ്ട്. അതൊന്നും നമുക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന മറ്റു ചിലതുണ്ട്. ഒന്ന്, സാറിന് നഷ്ടപ്പെട്ട അഭിമാനം. രണ്ട്, സാറിന് നഷ്ടപ്പെട്ട പദവി. ഇത് രണ്ടും തിരികെ തരാൻ എനിക്കാവും സർ. സാറിന് ഉറപ്പായി നീതി കിട്ടും. നഷ്ടപ്പെട്ട കളക്ടർ കസേരയിലേക്ക് അഭിമാനത്തോടെ സാറ് തിരിച്ചെത്തിയിരിക്കും. അത് ഞാൻ തരുന്ന വാക്ക്. മഴയ്ക്ക് MK മാസ്റ്റർ വാങ്ങിത്തന്ന ചെസ് ബോർഡ് അവിടെ. അത് ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട്. വീട്ടിൽ കൊണ്ടുപോയിട്ട് പ്രാക്ടീസ് ചെയ്യും. കുറെ കാര്യങ്ങൾ MK മാസ്റ്റർ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോ ഞാനൊരു ഉഗ്രൻ പ്ലെയർ ആവും. ദേ മഴമോളുടെ അച്ഛമ്മ വന്നല്ലോ. ഹായ് അച്ഛമ്മ വന്നേ. അപ്പൊ ഞാൻ പോട്ടെ. ടാറ്റാ ടീച്ചർ. ടാറ്റാ ടാറ്റാ ബൈ. ആദ്യയുടെ അമ്മമ്മ വന്നില്ലേ? ഇപ്പൊ വരും ടീച്ചറെ. വാ മോളെ. എന്റെ മാസ്റ്റർ അച്ഛമ്മയ്ക്ക് കാണണോ? മാസ്റ്റർ അവിടെ സ്പോർട്സ് റൂമിൽ കാണും. ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം. ഇപ്പൊ വേണ്ട മോളെ, ഓട്ടോ വെയിറ്റ് ചെയ്യാ. നമുക്ക് പോയാലോ? ആ അയ്യോ, ആദ്യം വിളിക്കാൻ ആരും വന്നില്ലേ? ആദ്യം വിളിക്കാൻ ആരും വന്നില്ല അച്ഛമ്മേ. എങ്കിൽ ആദ്യെ കൂടെ വിളിക്കാൻ വരട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. ആ നേരത്തെ നമുക്ക് പോയി മാസ്റ്ററിനെ കണ്ടാലോ? എങ്കി വാ, നമുക്ക് ആദ്യെ കൂടി വിളിച്ചോണ്ട് വാ. വാ. നമുക്ക് അച്ഛമ്മയെ കൊണ്ടുപോയി MK മാസ്റ്ററിനെ കാണിച്ചു കൊടുക്കാം. വാ നമുക്ക് പോയിട്ട് വരാം. വാ മോനെ. ആദി, ദേ ആദിമോന്റെ അമ്മൂമ്മ വന്നല്ലോ. വാ. അമ്മൂമ്മേ, ഇന്ന് ആദിമോന്റെ അമ്മൂമ്മയാണല്ലോ വിളിക്കാൻ വന്നേക്കുന്നത്. ഇന്ന് എന്ത് പറ്റി? മരുമോൻ വന്നില്ലേ വിളിക്കാൻ? അവനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞേ സുന്ദരി വിളിച്ചായിരുന്നു. അവൻ സുന്ദരിയെ കാണാൻ പോയിരിക്കുവാ. എന്താ മോള് പറഞ്ഞില്ലേ? ഇല്ല, പക്ഷെ പറഞ്ഞു കാണുമെന്ന് പറഞ്ഞു. എപ്പോ എന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. ഇവന്റെ അച്ഛനില്ലെങ്കിലേ ഞാൻ തന്നെയല്ലേ വിളിക്കാൻ വരാറ്. എങ്കിൽ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? പോവാ. നമുക്ക് MK മാസ്റ്ററിനെ കാണണ്ടേ അച്ഛമ്മേ? ഇനി MK മാസ്റ്ററെ ഒന്നും കാണണ്ട. മോള് വാ, നമുക്ക് പോവാം. സുന്ദരി ശരത്തിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ അവനോടുണ്ടായിരുന്ന ദേഷ്യം മാറിയെന്നാണല്ലോ അർത്ഥം. ഇതൊരു നല്ല ലക്ഷണമാണ്.